നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ അത്ഭുത ബാലൻ എന്നറിയപ്പെടുന്ന നമ്മുടെ AK ബാലൻ സഖാവിന്റെ പുതിയ പ്രവചനങ്ങൾ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ നാട്. പിണറായി വിജയൻ എന്ന ക്യാപ്റ്റൻ വീണ്ടും വരുന്നു, കോൺഗ്രസ് വാർണിഷ് ആകാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരന് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഈ രാഷ്ട്രീയക്കാർ നമ്മളെ വിഡ്ഢികളാക്കുകയാണോ അതോ ഇവർക്ക് തന്നെ വട്ടായതാണോ? സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഒരു മത്സര പ്രീണനമാണ്. എല്ലാവർക്കും അറിയാം. വോട്ട് കിട്ടാൻ വേണ്ടി ആരുടെ മൂട് താങ്ങാനും തയ്യാറായി നിൽക്കുന്ന LDFും UDFും ഒരു വശത്ത് മതേതരം പ്രസംഗിക്കും, മറുവശത്ത് സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങും. ഫലസ്തീൻ മുതൽ പാലക്കാട് വരെ ഇവർ നടത്തുന്ന ഇരട്ടത്താപ്പുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിച്ചു പോകും, സഖാക്കളെ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഗതികേട് വന്നോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഈ ഇടത് വലത് ഒത്തുകളി രാഷ്ട്രീയത്തിന്റെ തനിനിറമാണ് നമ്മൾ പൊളിച്ചെടുക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് ആ ഇരുമ്പുലക്ക സിദ്ധാന്തത്തിലേക്ക് വരാം. CPM-ലെ നിയമം എന്താണ്? 2 ടേം കഴിഞ്ഞാൽ പുറത്ത്. ഈ നിയമം വെച്ച് എത്രയോ പേരുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ ഇവർ കുഴിച്ചുമൂടി. അച്യുതാനന്ദൻ, G സുധാകരൻ, തോമസ് ഐസക്, ശൈലജ ടീച്ചർ ഇവരോടൊക്കെ പറഞ്ഞത് പാർട്ടി തത്വമാണ് വലുത് എന്നാണ്. പക്ഷെ ക്യാപ്റ്റന്റെ കാര്യം വരുമ്പോൾ ബാലേട്ടൻ പറയുകയാണ് വ്യവസ്ഥകൾ ഇരുമ്പുലക്കയല്ല എന്ന്. അതായത് പിണറായിക്ക് വേണ്ടി നിയമം വളയ്ക്കാം, ഒടിക്കാം, വേണമെങ്കിൽ പപ്പടം പോലെ പൊളിച്ചെടുക്കാം. ഇത് എന്ത് തരം കമ്മ്യൂണിസമാണ് സഖാക്കളെ? ഒരാൾക്ക് വേണ്ടി പാർട്ടി നിയമങ്ങൾ മാറ്റുന്നത് ഏകാധിപത്യമല്ലേ? ബാലേട്ടൻ പറയുന്നത് പിണറായി മത്സരിക്കുന്നത് LDFന് ഗുണം ചെയ്യുമെന്നാണ്. ശരിയാണ്, പിണറായി ഇല്ലെങ്കിൽ LDF എന്ന കൂടാരം ഇപ്പൊ തന്നെ തവിട് പൊടിയാകും, തകർന്നു വീഴുമെന്ന് അവർക്ക് പേടിയുണ്ട്. പിണറായി എന്ന വ്യക്തിയിൽ പാർട്ടി തടവിലാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വ്യക്തിപൂജയെയാണ് പണ്ട് ഇവർ കോൺഗ്രസിനെ നോക്കി പരിഹസിച്ചിരുന്നത്, ഒരുപാട് കളിയാക്കി ചിരിച്ചതാണ്. ഇന്ന് അതേ പാതയിൽ ഇവർ സഞ്ചരിക്കുന്നു. നിയമങ്ങൾ വെറും പ്രഹസനമാകുന്ന ഈ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ഇവരുടെ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് കടക്കാം. കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും ഇപ്പൊ ഫലസ്തീൻ പതാകകൾ കാണാം. കൊള്ളാം, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നല്ലതൊക്കെ തന്നെ. പക്ഷേ കേരളത്തിലെ റോഡിലെ കുഴിയിൽ വീണ് മരിക്കുന്നവനോ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന കർഷകനോ ഇല്ലാത്ത എന്ത് ഐക്യദാർഢ്യമാണ് നിങ്ങൾ ഗസയിലുള്ളവർക്ക് നൽകുന്നത്? നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള ബംഗ്ലാദേശ് ഹിന്ദുക്കളെ നിങ്ങൾ കാണുന്നുമില്ലേ? സത്യം മറ്റൊന്നാണ്, ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ കയ്യിലെടുക്കാൻ സേവ് ഫലസ്തീൻ എന്നതൊരു മികച്ച ലേബലാണ്. മലപ്പുറത്തും കോഴിക്കോട്ടും വോട്ട് കിട്ടാൻ വേണ്ടി സഖാക്കൾ മുസല്ലയും വിരിച്ച് നടക്കും. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷങ്ങൾ അധിക്ഷേപിക്കുമ്പോൾ ബാലേട്ടൻ പറയുകയാണ് അദ്ദേഹം ലീഗിനെയാണ് വിമർശിച്ചത് എന്ന്. വെള്ളാപ്പള്ളിയുടെ വോട്ട് വേണം, എന്നാൽ മുസ്ലിം വോട്ടും വേണം. ഈ ഒരു അഭ്യാസത്തിനിടയിൽ ഇവർ കാണിക്കുന്ന കോലംകെട്ടലുകൾ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. സമുദായ നേതാക്കളുടെ മൂട് താങ്ങുന്ന ഈ രീതിയാണോ നിങ്ങൾ പറയുന്ന പുരോഗമന രാഷ്ട്രീയം? അറിയാത്തത് കൊണ്ട് ചോദിച്ചതാണ്. ഇനി UDFിലേക്ക് നമുക്ക് വരാം. AK ബാലൻ പറയുന്ന ഒരു കാര്യം സത്യമാണ് കേട്ടോ, ഒന്ന് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ തരൂ. അതായത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് വലിയൊരു നാടകമാണ്. VD സതീശൻ ഒരു വശത്ത്, രമേശ് ചെന്നിത്തല മറ്റൊരു വശത്ത്, രണ്ടുപേരും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്നു. ഇതിനിടയിലേക്കാണ് ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ KC വേണുഗോപാലിന്റെ മികച്ച എൻട്രി. മത്സരിക്കാതെ തന്നെ മുഖ്യമന്ത്രിയാകാൻ വേണുഗോപാൽ നോക്കുന്നു എന്ന് ബാലൻ പറയുമ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പിസം എത്രത്തോളം പരിതാപകരമാണെന്ന് നമുക്ക് വ്യക്തമാകും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഇവർക്ക് താല്പര്യം ഹൈക്കമാൻഡിന്റെ കണ്ണിലുണ്ണി ആവാനാണ്. മുസ്ലിം ലീഗിനെ പേടിച്ച് AK ആന്റണിയെ പുകച്ച് പുറത്തു ചാടിച്ചവരാണ് കോൺഗ്രസുകാർ എന്ന് ബാലൻ ഓർമ്മിപ്പിക്കുന്നത് വെറുതെയല്ല. ഇതേപോലെ ഇവർ പലരെയും പുകച്ച് പുറത്തു ചാടിച്ചതാണേ. വോട്ട് കിട്ടാൻ വേണ്ടി ലീഗിന്റെ മുന്നിൽ മുട്ടിലിഴയുന്ന കോൺഗ്രസും വോട്ടിന് വേണ്ടി ഏത് വിദ്വേഷ പ്രസംഗത്തെയും ന്യായീകരിക്കുന്ന CPM-ഉം തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടു കൂട്ടരും ലക്ഷ്യം വെക്കുന്നത് ജനക്ഷേമമല്ല, മറിച്ച് കേവലം അധികാരം മാത്രമാണ്. രണ്ടാം പിണറായി സർക്കാർ അത്ഭുതങ്ങൾ കാണിച്ച സർക്കാർ ആണെന്ന് ബാലേട്ടൻ ആവർത്തിക്കുന്നുണ്ടേ. അപ്പൊ നമുക്ക് ആ അത്ഭുതങ്ങളൊന്ന് പരിശോധിച്ചാലോ? ഒന്നാമത് സാമ്പത്തിക അത്ഭുതമാണ്. ഖജനാവ് കാലിയായി, ശമ്പളവും പെൻഷനും കൊടുക്കാൻ കടമെടുത്താണ് കൊടുക്കുന്നത്. ഇത്രയും വലിയൊരു പാപ്പരത്വം ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്ഭുതം. അടുത്തത് ശബരിമല അത്ഭുതം. അതിനെ കുറിച്ച് ഒന്നും പറയാത്തത് നല്ലത്. ഇനി അടുത്തതിലേക്ക് പോകും, കാരണം ഓർക്കുമ്പോൾ ഒരു വിഷമമാണ്. അടുത്തത് സപ്ലൈകോ അത്ഭുതമാണ്. മാവേലി സ്റ്റോറിൽ പോയാൽ സാധനങ്ങളില്ല, അരിയില്ല, ഉപ്പില്ല, മുളകില്ല, വായു മാത്രം കഴിച്ച് ജനങ്ങൾ ജീവിക്കണം എന്താണോ സഖാവേ അത്ഭുതം? അടുത്തത് മാസപ്പടി അത്ഭുതമാണേ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പാർട്ടി മൊത്തം മൗനം പാലിക്കുന്നു. ഒരന്വേഷണവും നടക്കില്ല, എല്ലാം ഒതുക്കി തീർക്കും. ഇനി ക്യൂറേറ്റർ അത്ഭുതം. പോലീസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്നു. പാലക്കാട് കലാപം തടഞ്ഞത് പോലീസാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പാലക്കാട് വർഗീയ വികാരം ഇളക്കി വിട്ടതും ആരാണ്? ഇത്തരത്തിലുള്ള നൂറുകണക്കിന് അത്ഭുതങ്ങൾ കാണിച്ചൊരു സർക്കാർ ഇനിയും വരണമെന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ദൈവമേ, ഇനി ഒരു 3-ാം വട്ടം കൂടി പിണറായി വരുന്നത് ഓർക്കുമ്പോൾ നെഞ്ചിൽ തീയാണെന്നാണ് സാധാരണക്കാരൻ പറയുന്നത്. അധികാരത്തിൽ ഇരുന്നിട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഇടതും വലതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇവരുടെ പ്രീണന രാഷ്ട്രീയമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ബാലൻ പറയുന്നത് കേട്ടില്ലേ? UDF വന്നാൽ അവർ ആഭ്യന്തരം കൈകാര്യം ചെയ്യത്രേ. ഇത് കേൾക്കുമ്പോൾ പഴയൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. വെൽഫെയർ പാർട്ടിയുമായി കൈകോർത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചത് ഏത് മുന്നണിയാണ്?
അന്ന് ജമാഅത്തെ ഇസ്ലാമി വിശുദ്ധരായിരുന്നു, ഇന്ന് വോട്ട് കിട്ടാൻ വേണ്ടി അവരെ വർഗീയവാദികളാക്കുന്നു. മറുവശത്ത് NSS, SNDP ഇവരെയൊക്കെ സുഖിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണം കൊണ്ടുവരുമെന്ന് പറയുന്നു. ഇത് കേവലം വിപ്ലവമല്ല, മറിച്ച് സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ്. ഇവർക്ക് ആരോടും ആത്മാർത്ഥതയൊന്നുമില്ല, ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ മണ്ടനാണ്. സമുദായ നേതാക്കളുടെ വാതിലിൽ മുട്ടി നിൽക്കുന്ന ഈ നേതാക്കൾ സത്യത്തിൽ കേരളത്തിന്റെ മതേതരത്വത്തെയാണ് കശാപ്പ് ചെയ്യുന്നത്. പ്രീണിപ്പിച്ച് ഓരോ വിഭാഗത്തെയും ഇവർ അകറ്റുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു വിഭജനമാണ്. ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക എന്നും പറയും. നമ്മൾ സാധാരണക്കാർ പരസ്പരം തല്ലുകൂടും. പക്ഷെ മുകളിലിരിക്കുന്ന ഈ നേതാക്കള് തമ്മിലൊരു വലിയൊരു ഡീലുണ്ട്. അഴിമതി കേസുകൾ വരുമ്പോൾ പരസ്പരം സഹായിക്കും. ഇപ്പൊ സ്വർണ്ണക്കടത്ത് കാണുന്നില്ലേ? ലാവലിൻ കേസ് മുതൽ സ്വർണ്ണക്കടത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള വരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അന്വേഷണങ്ങൾ എവിടെയും എത്താത്തത് എന്തുകൊണ്ടാണെന്ന്. കോൺഗ്രസിനെ പുകഴ്ത്താൻ CPM-ഉം CPM-നെ പുകഴ്ത്താൻ കോൺഗ്രസും ഇടയ്ക്കിടെ ശ്രമിക്കാറുമുണ്ട്. AK ബാലൻ VD സതീശിനെ വിമർശിക്കുമ്പോൾ അത് സതീശിന്റെ പാർട്ടിയിൽ മൈലേജ് കൂട്ടാനെ സഹായിക്കൂ എന്ന് ബാലന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇവർ തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക പ്രതിസന്ധി ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ല. പകരം ചർച്ച ചെയ്യുന്നത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമോ, പിണറായി 3ാം തവണ മത്സരിക്കുമോ എന്നൊക്കെയാണ്. അവസാനമായി AK ബാലനോടും സതീശനോടും കൂടി ഒരു വാക്ക്. നിങ്ങൾ പ്രീണിപ്പിച്ച് കേരളത്തെ ഒരു ഭ്രാന്താലയമാക്കുകയാണ്. വോട്ടിന് വേണ്ടി വർഗീയ കാർഡ് ഇറക്കിയും സമുദായ നേതാക്കളെ സുഖിപ്പിച്ചും നിങ്ങൾ നേടുന്ന ഈ അധികാരം കേരളത്തിന്റെ ഭാവി നശിപ്പിക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കും അറിയാം, പലർക്കും അറിയാം. അന്തം വിട്ട അണികളെ, നിങ്ങൾ ഇനിയും ഇവരുടെ നാടകങ്ങൾ കണ്ടു നിൽക്കുകയാണോ? പിണറായിയുടെ 3ാം ഊഴവും ബാലന്റെ ന്യായീകരണങ്ങളും കേരളത്തിന് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യൂ. ഇടതും വലതും മാറി മാറി ഭരിച്ച് നമ്മളെ കടക്കെണിയിലാക്കി നശിപ്പിച്ചു, മുടിപ്പിച്ചു. ഇനി വേണ്ടത് ഇവരുടെ പ്രീണന രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന ഒരു ജനതയാണ്. അപ്പൊ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് പറയുക. ബാലേട്ടന്റെ ഇരുമ്പുലക്ക സിദ്ധാന്തത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പ്രീണന രാഷ്ട്രീയം കേരളത്തെ എവിടെ എത്തിക്കും? നിങ്ങളുടെ ഓരോ കമന്റും ഏറെ വിലപ്പെട്ടതാണ്. സത്യാവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.